നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യയിൽ നിന്ന് നാട് കടത്തിയ ബംഗ്ലാദേശികളുടെ എണ്ണം കേൾക്കുമ്പോൾ ഒരുപക്ഷെ വലിയ ഞെട്ടൽ തന്നെ നമുക്ക് തോന്നാം. ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ബംഗാളിൽ നിന്നും നാട് കടത്തിയ ബംഗ്ലാദേശികളുടെ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ അതിർത്തി ജില്ലകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹോൾഡിംഗ് സെന്ററുകളിൽ നിന്ന് 4800ഓളം അനധികൃത കുടിയേറ്റക്കാരെയാണ് ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നത്. കൂടാതെ 836ഓളം പേർ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് നാട് കടത്തൽ കാത്തുകിടക്കുകയാണ്. ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ രാജ്യത്തേക്കുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം എത്രമാത്രം വലിയ പ്രശ്നമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി സുരക്ഷിതമാക്കാൻ ആവശ്യമായ 556 കിലോമീറ്ററിൽ 100 കിലോമീറ്ററോളം വേലി കെട്ടുന്നതിനായി തന്റെ സർക്കാർ ഇതിനകം BSFന് ഭൂമി കൈമാറിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൂമി കൈമാറ്റം ഒരു തുടർച്ചയായ പ്രക്രിയയാണെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഇത് അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര അതിർത്തി സുരക്ഷിതമാക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ മുൻഗണനയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ചിക്കൻ സ്നെക്ക് ഇടനാഴിക്കാണ് മുൻഗണന നൽകുന്നതെന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ചിക്കൻ സ്നെക്ക് ഇടനാഴി പതിറ്റാണ്ടുകളായി സമ്മർദ്ദങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദു തന്നെയാണ്. വടക്കിഴക്കൻ ഇന്ത്യയിലേക്കുള്ള ഇന്ത്യയുടെ ഏക കരമാർഗമായ ഇടനാഴിയെ ചൈനയും ബംഗ്ലാദേശും പലപ്പോഴും ഭീഷണിപ്പെടുത്താനുള്ള തന്ത്രമായി ഉപയോഗിച്ചിട്ടുണ്ട്. ചിക്കൻ സ്നെക്ക് എന്നത് പ്രധാന ഭൂപ്രദേശത്തെ ഇന്ത്യയുടെ 8 വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഏകദേശം 22 കിലോമീറ്ററോളം വീതിയുള്ള 60 കിലോമീറ്ററോളം നീളവുമുള്ള ഒരു ഇടുങ്ങിയ ഭൂപ്രദേശമാണ്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഏക മാർഗമാണിത്. സിലിഗുരി ഇടനാഴി എന്നും ഇത് അറിയപ്പെടുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പശ്ചിമ ബംഗാളാണ് ബംഗ്ലാദേശുമായി ഏറ്റവും നീളമേറിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്നത്. ആകെ 4096 കിലോമീറ്ററിൽ 2217 കിലോമീറ്ററും ബംഗാളിലാണ്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പരിധിയിൽ വരാത്ത അനധികൃത കുടിയേറ്റക്കാരെ കേന്ദ്ര നിയമപ്രകാരം തന്റെ സർക്കാർ നാടുകടത്താൻ ആരംഭിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അധികാരി പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ആളുകളെ നേരിട്ട് BSFന് കൈമാറുകയാണ് ചെയ്യുന്നത്. ഈ നിയമം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിരുന്നെങ്കിലും പശ്ചിമ ബംഗാളിലെ മുൻ തൃണമൂൽ സർക്കാർ ഇത് കാര്യമായി നടപ്പിലാക്കിയിരുന്നില്ല എന്നാണ് ആരോപണം. 4000-ലധികം ആളുകളെ സർക്കാർ നാട് കടത്തിയത് കൂടാതെ ആയിരക്കണക്കിന് ആളുകൾ സ്വയമേ നാട് വിട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ആളുകൾ അനധികൃതമായി നമ്മുടെ രാജ്യത്ത് തങ്ങിയിരുന്നു എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നോർത്ത് 24 പർഗനാസ് ജില്ലയിലെ ഹക്കീംപൂർ അതിർത്തിയിൽ വൻ ജനപ്രവാഹമാണ് ഉണ്ടായിരുന്നത്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റമായിരുന്നു BJP ചർച്ചയാക്കിയ ഏറ്റവും വലിയ വിഷയം. രാഷ്ട്രീയ കാരണങ്ങളാൽ മമതാ ബാനർജി ഈ വിഷയത്തിൽ ഉദാസീനത കാണിച്ചതായിട്ടായിരുന്നു BJPയുടെ കുറ്റപ്പെടുത്തൽ. മുൻ തൃണമൂൽ ഭരണകൂടം സംസ്ഥാനത്ത് സെൻസസ് ജോലികൾ ആരംഭിച്ചിരുന്നില്ലെന്ന് ആരോപിച്ച സുവേന്ദു അധികാരി BJP സർക്കാർ ഈ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ടെന്നും ഓഗസ്റ്റ് 1 മുതൽ 15 വരെ വീടുകൾ തോറുമുള്ള സർവേ നടക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ കേരളത്തിൽ നിന്നുൾപ്പെടെ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരിൽ പലരെയും പിടികൂടിയിട്ടുണ്ട്. കൂടാതെ നടപടി ശക്തമാക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഓർക്കണം, എത്രയധികം അനധികൃത നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ രാജ്യത്തെമ്പാടുമുണ്ട് എന്നത്. ഇതിൽ തന്നെ എത്രയധികം ക്രിമിനലുകളും ഉണ്ടാകും. അതിനാൽ തന്നെ നടപടി ശക്തമാക്കണമെന്ന അഭിപ്രായത്തിൽ യാതൊരു മാറ്റവുമില്ല. പശ്ചിമ ബംഗാളിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ 4 ഇടങ്ങളിലായി നിലനിന്നിരുന്ന BSF-BJP തർക്കവും ഇതിനിടയിൽ അവസാനിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച മുതൽ അതിർത്തിയിലെ 0 പോയിന്റുകളിൽ കുടുങ്ങിക്കിടന്നിരുന്ന 40ഓളം ബംഗ്ലാദേശ് പൗരന്മാർ ശനിയാഴ്ച പുലർച്ചെയോടെ ബംഗ്ലാദേശിലേക്ക് തന്നെ മടങ്ങി. കൂച്ച് ബിഹാറിലെ മേഘ്ലിഗഞ്ച്, സിതൽകുച്ചി, ദിൻഹദ, ജൽപായ്ഗുരി സദർ എന്നീ 4 സ്ഥലങ്ങളിലാണ് പ്രധാനമായും സംഘർഷാവസ്ഥ നിലനിന്നിരുന്നത്. മേഘ്ലിഗഞ്ചിലെ പനിശാലയിലുള്ള 134 നമ്പർ പില്ലറിന് സമീപം 10 പേർ മണിക്കൂറുകളോളം കുടുങ്ങി കിടന്നിരുന്നു. ഇവരെ ഇന്ത്യ നിയമവിരുദ്ധമായി പുറന്തള്ളുകയാണെന്ന് ആരോപിച്ച് BJP സ്വീകരിക്കാൻ തയ്യാറാകാത്തതായിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണമായത്.